നമസ്കാരം. ബെട്ട ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ജീവിതത്തിലൊരിക്കലും ഓർക്കാനിഷ്ടമില്ലാത്ത നടുക്കുന്ന ഓർമ്മയിലാണ് ആലത്തിയൂർ മൊമെന്റോ ഗ്രൂപ്പ് ടൂർസ് പാക്കേജിൽ കാശ്മീരിലെത്തിയ വിനോദയാത്രാ സംഘം. ഇനിയൊരിക്കലും നാട് കാണാനാവുമെന്നോ ഉറ്റവരും ഉടയവരും ഇനിയും കൂടെയുണ്ടാവുമോ എന്ന് ഉറപ്പില്ലാത്ത വിറങ്ങലിച്ച നിമിഷങ്ങൾ. കശ്മീരിലെ പെഹൽഗാമിലെ ഭീകരാക്രമണത്തിലെ നടുക്കുന്ന ഓർമ്മകൾ പങ്കുവെക്കുകയാണ് നാട്ടിൽ തിരിച്ചെത്തിയ ഈ വിനോദ സംഘം. ഇന്ത്യയുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ കാശ്മീരിലെ സുന്ദരമായ നിമിഷങ്ങളൊക്കെയും മനസ്സിൽ കണ്ടാണ് ആലത്തിയൂർ മൊമെന്റോ ഗ്രൂപ്പ് ടൂർ പാക്കേജിൽ വിനോദയാത്രാ സംഘം കാശ്മീരിലെത്തിയത്. ആലത്തിയൂർ, പച്ചാട്ടിരി, തൃപ്രങ്ങോട്, പുറത്തൂർ, എടപ്പാൾ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നായുള്ള 22 അംഗമാണ് അവധിക്കാലം ആഘോഷിക്കാൻ ഏപ്രിൽ 16 യാത്ര തിരിച്ചത്. 18 വാഗ അതിർത്തിയും സുവർണക്ഷേത്രവും കടന്ന് 19 രാവിലെ ജമ്മു കാശ്മീരിലെത്തി. ഞങ്ങളുടെ യാത്രാ പരിപാടിയുടെ ഏറ്റവും അവസാന ദിവസമാണ് പഹൽഗാമിൽ ഞങ്ങൾ യാത്ര നിശ്ചയിച്ചിരുന്നത്. ഞങ്ങളുടെ യാത്രക്കിടയിലാണ് വളരെ നമ്മുടെ രാജ്യം ആകെ ഞെട്ടലോടെ കേട്ട ഏറ്റവും ഭീകരമായ ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണം നടക്കുന്ന സമയത്ത് അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ തന്നെയാണ് ഞങ്ങളുണ്ടായിരുന്നത്. വളരെ നമുക്ക് മനുഷ്യ മനസാക്ഷിക്ക് ഒട്ടും യോജിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഏറ്റവും ക്രൂരമായ കൂട്ടക്കൊലയാണ് അവിടെ നടന്നത്. ഞങ്ങളത് മനസ്സിലാക്കുന്നത് വളരെ വൈകിയാണ്. വളരെ ഒരു ആദ്യത്തെ ഞങ്ങളുടെ പോയിന്റ് പോയി തിരിച്ചു വരുന്നതിനിടയിൽ നമ്മുടെ വാഹന ഉടമസ്ഥന്മാർക്ക് വന്ന വിളി, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വിവരങ്ങൾ മനസ്സിലാക്കിയത്. തിരിച്ചു വരുമ്പോൾ റോട്ടിലൊക്കെ കരഞ്ഞു നിൽക്കുന്ന സ്ത്രീകൾ, എന്തോ അത്യാഹിതം സംഭവിച്ച ഒരു അങ്ങാടിയുടെ പ്രതീതി ഒക്കെ ഞങ്ങൾ കാണുകയുണ്ടായി. വളരെ പെട്ടെന്ന് ഞങ്ങളെ അവിടുത്തുകാർ സംരക്ഷിച്ച് വാഹനത്തിൽ കയറ്റി ഉടൻ ടൂറിസ്റ്റുകൾ എന്ന നിലയിൽ നിങ്ങളിവിടെ നിൽക്കരുത്, ഉടൻ വാഹനത്തിൽ കയറി പോകണം എന്നാവശ്യപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ശ്രീനഗറിലേക്ക് മടങ്ങിപ്പോരുകയാണ് ഉണ്ടായത്. മറ്റൊരു കാര്യം, പഹൽഗാമിലെ ഏറ്റവും ഞങ്ങൾ കണ്ടൊരു ചിത്രം, അവിടെയുള്ള സെക്യൂരിറ്റി സംവിധാനം വളരെ ദുർബലമായിരുന്നു. ആരുണ്ടായിരുന്നില്ല, സെക്യൂരിറ്റിക്കാരായിട്ട് ആരുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ഒരു പ്രതിസന്ധി കൂടി യഥാർത്ഥത്തിൽ ഇത്തരമൊരു ആക്രമണത്തിന് മുതിരാൻ അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ശ്രീനഗറിലേക്ക് റോഡ് മാർഗമുള്ള യാത്രയിൽ 3-ാം ദിവസമാണ് പെഹൽഗാമിലെത്തിയത്. സീസണായതിനാൽ നിരവധി സഞ്ചാരികൾ പെഹൽഗാമിലെത്തിയിരുന്നു. താഴ്വരയിലേക്ക് ചെങ്കുത്തായ വഴിയിലൂടെ കാൽനടയാത്രയായോ കുതിരപ്പുറത്തോ മാത്രമേ പോവാനാകൂ. അമിത വാടക ആവശ്യപ്പെട്ടതിനാൽ കുതിരസവാരി വേണ്ടെന്ന് വെച്ച് ലോക്കൽ ടാക്സി ഉപയോഗപ്പെടുത്തി ആലുവാലിയിലെത്തി. തുടർന്ന് ബൈസന്നിയിലേക്ക് പോവുമ്പോഴാണ് ഭീകരാക്രമണം നടന്നത്. മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ഒരു ആശയം ആണ് ഇതിലൂടെ വർഗീയവാദികൾ, ഈ തീവ്രവാദികൾ ഉയർത്തിവിട്ടത്. ഈ പേര് ചോദിച്ച് ആക്രമിച്ചതെല്ലാം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം വിവേചനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ആ വിവേചനത്തിനൊപ്പമല്ല കാശ്മീരികൾ എന്നാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. അവരടുത്ത ദിവസം തന്നെ സമ്പൂർണമായി കടകളെല്ലാം അടച്ചു പ്രതിഷേധിക്കുകയും തെരുവിലിറങ്ങുകയും ഈ ഭീകരാക്രമണത്തിനെതിരായി മെഴുകുതിരി കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധവും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടാണ്. അവരുടെ ജീവിതത്തെയാണ് ഇത് ബാധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവരെല്ലാം ഇന്ത്യക്കാരാണ് എന്നതിൽ അഭിമാനം കൊള്ളുന്നവരാണ്. അതോടൊപ്പം തന്നെ അവരുടെ കാശ്മീരി സ്വത്വം ഉയർത്തിപ്പിടിക്കുമ്പോഴും ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഈ നാട്ടിൽ വന്നവരെല്ലാം ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരാണ് എന്ന നിലയിൽ തന്നെയാണ് അവർ പെരുമാറിയത്. ഞങ്ങളെല്ലാം സേഫായി അവരെ എത്തിച്ചതിൽ അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഭീകരമായ ആക്രമണത്തിൽ ഞങ്ങളും പെട്ടുപോകുമായിരിക്കും. എന്തായാലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി തന്നത് കാശ്മീരികളായിട്ടുള്ള സുഹൃത്തുക്കളാണ്. അവർ ഞങ്ങളുടെ മതം നോക്കിയോ ജാതി നോക്കിയോ ഒന്നല്ല, മനുഷ്യത്വം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് തിരിച്ചറിഞ്ഞവരാണ്. തീർച്ചയായും ഈ ഭീകരാക്രമണങ്ങളെല്ലാം മനുഷ്യത്വപരമായ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അവിടുത്തെ സുരക്ഷാ വീഴ്ച ഏറ്റവും പ്രധാനമാണ്. ഒറ്റ സെക്യൂരിറ്റി സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല, ഒരു പട്ടാളക്കാരുണ്ടായിരുന്നില്ല ഈ പെഹൽഗാമിൽ. 10,000-കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു ടൂറിസ്റ്റ് പ്രദേശത്ത്, പ്രത്യേകിച്ച് കശ്മീരിൽ ഈ ഭീകരാക്രമണങ്ങളുടെ സാധ്യത നിലക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പട്ടാളക്കാരും ഇല്ലാതെ പോയി എന്നുള്ളത് വളരെ ഗൗരവത്തിൽ അന്വേഷിക്കേണ്ടതാണ്. സുരക്ഷാ വീഴ്ച ഏറ്റവും പ്രധാനമായി അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഏതാണ്ട് പഹൽഗാമിൽ നിന്ന് അതിർത്തിയിലേക്ക് 270 കിലോമീറ്റർ ഉണ്ട് എന്നാണ് ഞങ്ങൾ അന്വേഷിച്ച് പറഞ്ഞത്. ഈ 270 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഈ തീവ്രവാദികൾക്ക് ആയുധം ധരിച്ചുകൊണ്ട് പഹൽഗാമിൽ എത്താൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ചയാണ്. എന്നാൽ നമ്മളുടെ ഒരു ജവാൻ, അബദ്ധത്തിൽ ഒരു BSF ജവാൻ
അബദ്ധത്തിൽ അതിർത്തി കടന്ന് അപ്പുറത്തേക്ക് പോയപ്പോഴേക്ക് പാകിസ്ഥാന്റെ പിടിയിലായി. അപ്പൊ ഇത്രയും ദൂരം താണ്ടി അവർക്ക് വരാനും, അതും അവിടെ 10 ഡിഗ്രിയിൽ താഴെയാണ് അവിടുത്തെ താപനില. ആ കൊടും തണുപ്പിൽ അവർക്ക് സഞ്ചരിക്കാനും തിരികെ പോകാനും ഒക്കെ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഞങ്ങൾക്ക് നല്ല സുരക്ഷിതമായ യാത്ര ഒരുക്കി തന്ന മെമന്റോസ് ഗ്രൂപ്പിന് പ്രത്യേകമായി ഞങ്ങൾ നന്ദി പറയണം. 1-2 കിലോമീറ്റർ അകലത്തിലാണ് ആക്രമണമുണ്ടായത്. ദക്ഷിണ കാശ്മീരിലെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിലെ ബൈരസൻ താഴ്വരയിലാണ് ആക്രമണമുണ്ടായത്. ഭീകരർ മലയാളികൾ ഉൾപ്പെടെയുള്ള 27 പേരെയാണ് വെടിവെച്ചു കൊന്നത്. വലിയ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും എന്താണ് നടക്കുന്നതെന്ന് ഇവരറിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് തന്നെ സൈന്യവും RPFും ആംബുലൻസും നിരനിരയായി എത്തി. സുരക്ഷാ ഭടന്മാരുടെ നിർദ്ദേശാനുസരണം ശ്രീനഗറിലേക്ക് തിരിച്ചു. ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്കും, ജമ്മുവിൽ നിന്ന് ട്രെയിൻ മാർഗം 24-ന് രാവിലെ ഡൽഹിയിലെത്തി. ഡൽഹിയിൽ നിന്ന് തൃശൂരിലേക്കും, തൃശൂരിൽ നിന്ന് ടെമ്പോ ട്രാവലർ വഴി നാട്ടിലുമെത്തി. നാരായണൻ, നിഷ, അശ്വത, അഭിനന്ദ്, റാഷിദ്, ജാനിഷ, റിയ, ഐറ, കൃഷ്ണൻ, സതി, ജിഷി, വൃന്ദ, നവൽ, നക്ഷത്ര, ഉബി, ആര്യ, ഷീജ, ഫിറോസ്, ഷൈറ, ആയിഷാലിയ, അലിഷ ഫാത്തിമ, ഹന്നാൻ റഷീദ്, അദിനാൻ റഷീദ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. നാട്ടിൽ മടങ്ങിയെത്തിയ ഇവരെ നാട്ടുകാരും കുടുംബാംഗങ്ങളും സ്വീകരിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ.